നഗ്നൻസ് പറയണം. അദ്വൈത്, അജയ് കൃഷ്ണ, Present, sir. അഖിൽ കെ, അക്ഷയ് കൃഷ്ണ, Present, sir. അക്ഷയ് കൃഷ്ണ ടി, Present, sir. അക്ഷയ് രാജീവ് നമ്പ്യാർ, Present, sir. അമർനാഥ്, അമർനാഥ്, ക്ലിന്റ്, ദിൽജിത്ത്, ഗോകുൽ, Present, sir. ജിഷ്ണു ദിലീപ്. Present, sir. ജിഷ്ണു ദിലീപ് ഇല്ലേ? ജിഷ്ണു ദിലീപ്, ജിഷ്ണു ദിലീപ് ഇല്ല സാർ. ജോൽ ടോം, Present, sir. ജുനൈദ്, മിനോഷ്, Present, sir. മുഹമ്മദ് സിനൻ, മുഹമ്മദ് സിനൻ, Present, sir. നിക്കി, Present, sir. Present, sir. പ്രണവ് കെ, Present, sir. പ്രണവ് എൻ, Present, sir. ഋത്വിക്, Present, sir. ശരത്, Present, sir. Present, sir. ശ്രീനാഥ്, Present, sir. ശ്രീരാഗ്, Present, sir. മുഹമ്മദ് ഞാൻ മാർക്ക് ചെയ്തു. സുലഭ് ഉണ്ടോ? സുലഭ്, Present, sir. രവികൃഷ്ണൻ, Present, sir. രവി ഹാരിസ്, പ്രണവ് കെ ഞാൻ മാർക്ക് ചെയ്തു. യദുൽ ഹാരിഷ്, അരുൺ രാജ്, Present, sir. വിഷ്ണു കെ വി, Present, sir. വിഷ്ണു സജീവൻ, Present, sir. നീരജ്, Present, sir. റനീഷ്, വൈശാഖ്, Present, sir. ഗോകുൽ മുരളീധരൻ, Present, sir. ആബ്സെന്റീസ് വയ്ക്കാം. അദ്വൈത്, ഓക്കെ. ജിഷ്ണു ദിലീപ് ഞാൻ മെസ്സേജ് ഉണ്ട്. ആബ്സെന്റീസ് വയ്ക്കാം. അദ്വൈത്, അഖിൽ കെ, ക്ലിന്റ്, ദിൽജിത്ത്, ജുനൈദ്, യദുൽ ഹാരിഷ്, റനീഷ്. ആബ്സെന്റീസ് ആണ്. Okay, so till now നമ്മള് ഡൈനാമിക് അനാലിസിസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഡൈനാമിക് ഫോഴ്സ് അനാലിസിസിൽ സാധാരണ ഒരു ഫോർ ലിങ്ക് മെക്കാനിസം അതില് നമ്മള് ഫോർ ബാർ സാധാരണ നോർമൽ ഫോർ ബാർ ചെയിൻ നോക്കി, പിന്നെ സ്പൈഡർ പാൻറ് നോക്കി.
ഫോർ ബാർ മെക്കാനിസത്തിൽ വി ഹാവ് യൂസ്ഡ് ഗ്രാഫിക്കൽ മെത്തേഡ്. സോ അതിലാണ് നമ്മൾ എന്തൊക്കെ ചെയ്തത്? DLMertz principle use ചെയ്തിട്ട് we have converted the dynamic case into static. ആ സ്റ്റാറ്റിക് കേസ് തന്നെ we had to calculate the equivalent offset inertia force. അതിനുശേഷം സ്റ്റാറ്റിക് ഫോഴ്സസ്, ആ സ്റ്റാറ്റിക് ഫോഴ്സസിന് അവസാനം നമുക്ക് എന്ത് രീതിയിൽ ചെയ്യാം? ഒന്നുകിൽ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് വെർച്വൽ വർക്ക്, ഏത് രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് വി ക്യാൻ കംപ്ലീറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ. ആ സെക്ഷൻസ് നമ്മൾ നോക്കി. അതിനുശേഷം നമ്മുടെ ഡൈനാമിക് ഫോഴ്സ് അനാലിസിന് അതിന്റെ algebraic methods, analytical methods നമ്മൾ നോക്കി. And that was related to Schreier time example നമ്മൾ നോക്കിയത്. അതിൽ തന്നെ നമ്മൾ a set of forces like crank effort, piston effort, thrust on the connecting rods, thrust on the cylinder walls, crank പിന്നിന്റെ മേലുള്ള forces, turning moment on the crank. ഇങ്ങനത്തെ different sets of equations we have studied. Equations were based on നമ്മൾ ആദ്യം ഒരു ഡെറിവേഷൻ നോക്കിയിരുന്നു, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പിസ്റ്റൺ, വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ഓഫ് പിസ്റ്റൺ. ദെൻ വി കെയിം ടു ദ കണക്ടിംഗ് റോഡ്, അതിൽ തന്നെ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് കണക്ടിംഗ് റോഡ്, ദെൻ ആംഗുലർ ആക്സലറേഷൻ ഓഫ് കണക്ടിംഗ് റോഡ്, ആംഗുലർ വെലോസിറ്റി ആൻഡ് ആംഗുലർ ആക്സലറേഷൻ ഓഫ് കണക്ടിംഗ്. ആ ഡെറിവേഷൻസിന്റെ ബേസിൽ we arrived at certain equations for different sets of forces, like what I have told earlier: piston effort, thrust on cylinder walls, force on the connecting rod, force on the crank pin, force on cranks, in turning moment on crank, etc., etc. So while we were discussing all these things, see, നമ്മൾ turning moment on connecting rod ലാണ് last നമ്മൾ നിർത്തിയത് derivation. I hope you remember, അല്ലേ? ഓർമ്മയില്ലേ നിങ്ങൾക്ക്? Yes, sir. സോ അതിന്റെ ഒരു PDF ഫയൽ ഞാൻ സെപ്പറേറ്റ് അയച്ചിരുന്ന ചെയ്തിട്ട് നോട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ ഇഫ് യു റിമെമ്പർ ടേണിംഗ് മൊമെന്റിന് നമ്മൾ FT multiplied by R, അതിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? ഇപ്പം ഇഫ് യു ഹാവ് സീൻ ദ വെൻ ത്രൂ ദ ഡെറിവേഷൻസ് വൺസ് അഗൈൻ നമുക്ക് മനസ്സിലാവും. ഇതിനെ നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടില്ല, ക്യാപിറ്റൽ എഫിന്റെ ഓടി, ആ ഡിസ്റ്റൻസ് ഓടി നോക്കിയിട്ടില്ല, രണ്ട് ഡെറിവേഷനിലുണ്ട്. Why I am emphasizing on these two equations എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഇത് രണ്ടും based on directly given forces ആണ്. For example, see the expression of turning moment of the turning moment on crankshaft, crankshaft is obtained based on the net force F. F എന്ന് പറഞ്ഞാൽ total force ആണ് അല്ലേ? Based on net force F അല്ലെങ്കിൽ FT. ഈ F എന്ന് പറഞ്ഞാൽ net force acting on the piston ആണ്. Now this net force can be taken as എന്താ പറയാ, ഗ്യാസ് ഫോഴ്സ് അല്ലെങ്കിൽ ഗ്യാസ് പ്രഷർ ആയിട്ട് നമുക്ക് എടുക്കാം. അത് വിത്ത് ഓർ വിത്തൗട്ട് കൺസിഡറേഷൻ ഓഫ് ദ ഇനേർഷ്യ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ പിസ്റ്റൺ ആണ്, അല്ലേ? അത് അക്കോർഡിംഗ് ടു ദ ഓറിയന്റേഷൻ ഓഫ് ദ എഞ്ചിൻ ആണ്. ഈ ഇനേർഷ്യ ഫോഴ്സസ് ഓൺ പിസ്റ്റൺ ഇഫ് യു ആർ കൺസിഡറിങ്, ഇനേർഷ്യ ഫോഴ്സസ് ഓഫ് പിസ്റ്റൺ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, ചെയ്ത കേസസ് ഉണ്ട്. ആ സമയത്ത് വൺ മോർ തിങ് ബിക്കംസ് സിഗ്നിഫിക്കന്റ് ഇൻ ദാറ്റ് കൺസിഡറേഷൻ. അത് മാസ് ഓഫ് കണക്ടിംഗ് റോഡ്. നമ്മൾ ഇതുവരെ മാസ് ഓഫ് കണക്ടിംഗ് റോഡിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടില്ല. നമ്മൾ വൈ വി ആർ ഡിസ്കസിങ് പിസ്റ്റൺ എഫേർട്ട് അല്ലെങ്കിൽ ടോട്ടൽ ലോഡ് ഓൺ ദ പിസ്റ്റൺ, ഫോഴ്സ് ഓൺ ദ പിസ്റ്റൺ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ എം ഫോർ പിസ്റ്റൺ നമ്മൾ എടുക്കുന്നുണ്ട്, അല്ലെ? മാസ് ഓഫ് പിസ്റ്റൺ നമ്മൾ എടുക്കുന്നുണ്ട്. വെർട്ടിക്കൽ ആണെങ്കിൽ മാസ് യൂസ് ചെയ്ത് നമ്മൾ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ലേ? ഹാവിങ് വി ഡിസ്കസ് ദാറ്റ്? ചെയ്തിട്ടില്ല നമ്മള്? Boys. Yes, sir. Yeah. So, Yes, sir. apart from these discussions, we never mentioned about the mass of connecting. Since we are discussing about dynamic systems, mainly dynamic analysis are we discussing. So definitely mass of every body comes into concern. We have never mentioned anything about the mass of the connecting rod. But if we consider the mass of connecting rod, if we are taking into account the inertia direct complicated. The reason is, see, when compared to pistons,
കണക്ടിങ് റോഡിന്റെ മേജർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ് അല്ലെ. പിസ്റ്റൺ മോർ ഓഫ് എ റിജിഡ് സോളിഡ് ബോഡി, ബട്ട് വെൻ connecting rod is also a rigid body, but still when we compare piston and connecting rod geometrically, connecting rod length becomes a big factor. So if you are taking into account the mass of connecting rod, ഈ mass uniformly distributed ആയിരിക്കണം എന്നില്ല. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന ഓൾമോസ്റ്റ് എവറി റിജിഡ് ബോഡി the uniform distribution of mass ഉണ്ടാവണം എന്നുള്ള ഒരു നിർബന്ധമില്ല. For theoretical purpose and for the ease of analysis, we generally take it as such. നമ്മൾ മാസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ആണെന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. Because if you consider mass of connecting rod, inertia forces due to that masses also should be taken into account. ബാക്കി എല്ലാ കാൽക്കുലേഷനും, ഫോർ എക്സാമ്പിൾ ടേണിംഗ് മൊമെന്റ് എടുക്കുമ്പോൾ ഈ ടോട്ടൽ ഫോഴ്സ് ഓൺ പിസ്റ്റണിലും ഇതിന്റെ എഫക്ട് വരും. സോ അതിലൊക്കെ ഈ ഇനേർഷ്യന്റെ എഫക്ട് we have to calculate. But ഇതില് കോംപ്ലക്സിറ്റി എപ്പോഴാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ മാസ് ഓഫ് കണക്ടിങ് റോഡ് നോൺ യൂണിഫോം ആയിരിക്കും, നോൺ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഇങ്ങനത്തെ കണ്ടീഷൻ വരുമ്പോഴാണ് നമുക്ക് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ, നോൺ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. സോ ഇങ്ങനത്തെ കുറച്ച് കോംപ്ലക്സ് സിറ്റുവേഷൻസ് വരുമ്പോൾ what we usually do is we usually go for representing this non-uniformly distributed mass separately using point masses. നമ്മൾ ഇതിനൊക്കെ കുറച്ച് പോയിന്റ് മാസസ് യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യും. ഇനി ഒരു നോൺ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് മാസ് ആണ്, ദിസ് ഈസ് സ്റ്റിൽ എ റിജിഡ് ബോഡി. ഈ റിജിഡ് ബോഡിയിലെ മാസിന് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന കൺസെപ്റ്റ് എടുക്കാതെ കുറച്ച് പോയിന്റ് മാസസ് യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി വാട്ട് ഷുഡ് ഹാപ്പൻ ഈസ് ദ പ്രോപ്പർട്ടീസ് എക്സിബിറ്റഡ് ബൈ ദിസ് ഒറിജിനൽ ബോഡി, ഒറിജിനൽ റിജിഡ് ബോഡി and the new represented body should be same, exactly same. അതായത് ഈ നോൺ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് റിജിഡ് ബോഡിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ മോഷൻ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണോ സെയിം ആയിരിക്കണം ഞാൻ ഇതുമായിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ന്യൂ പോയിന്റ് മാസസിന്റെ ബോഡി. സോ അങ്ങനെയാണെങ്കിൽ ഇഫ് എവറിത്തിങ് ഈസ് സെയിം, രണ്ട് ഈ പുതിയ റെപ്രസെന്റേഷൻ സംഭവിക്കുന്നതെല്ലാം ഒരേപോലെ തന്നെയാണെങ്കിൽ ഈ പുതിയ റെപ്രസെന്റഡ് ബോഡിയിൽ നമ്മൾ പറയും ഡൈനാമിക് equivalent system. We call this body as a dynamically equivalent system. Okay, question that are university because this is more of an independent topic. നമുക്ക് ഇതിനെ ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് ഓഫ് മെക്കാനിസത്തിൽ മാത്രമല്ല ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. when you will be studying flywheel in the next module അല്ലെങ്കിൽ ഗൈറോസ്കോപ്പ് ഇൻ ദ മൊഡ്യൂൾ ആഫ്റ്റർ ദാറ്റ്, ഏത് ബോഡിയെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡൈനാമിക്കൽ ഇക്വലന്റ് സിസ്റ്റം വെക്കാൻ പറ്റും. We can correlate them. And with the help of this theory that we will be studying, it will be helpful in solving the numericals. So dynamical equivalent system of the topic is more of an independent topic. നമുക്ക് പെട്ടെന്ന് ഇന്ന ഭാഗത്തേക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും, കാരണം ഇത് എല്ലാവരും വരുന്നതാണ്. എവിടെയും എല്ലാവരും എന്നെ ഇൻ ദ സെൻസ് നമുക്ക് ഇത് എല്ലാവരും ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, സോ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഡൈനാമിക്കലി ഇക്വലന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇൻ സിമ്പിൾ വേർഡ്സ് ഇറ്റ്സ് റെപ്രസെന്റിങ് a rigid body or a distributed mass body using point masses. Okay, that means the dynamically equivalent system means that the rigid link is replaced by a link with two point masses, two or more point masses, in such a way that it has the same motion as that of the rigid link when subjected to the same forces. മനസ്സിലാവുന്നുണ്ടോ?
മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞത്? Yes, sir. Yes, sir. Just imagine you have a rigid body. ഇത് ഡിസ്ട്രിബ്യൂട്ടഡ് മാസ് ആണ്. ഇത് നിങ്ങളുടെ റിജിഡ് ബോഡിയാണ്. This is having distributed mass. ഈ റിജിഡ് ബോഡി ഡിസ്ട്രിബ്യൂട്ടഡ് മാസ് ആണ്. അത് യൂണിഫോംലി ആയിക്കോട്ടെ നോൺ യൂണിഫോംലി ആയിക്കോട്ടെ. Let this be the center of gravity, center of mass or center of gravity. അതിന് CG എന്ന് represent ചെയ്യും. Okay, and let me draw an axis through CG. CG ലൂടെ ഞാൻ ഒരു ആക്സിസ് വരയ്ക്കാം. Now, ഈ റിജിഡ് ബോഡിന്റെ മാസ് m, since we are considering dynamically equivalent system, dynamic means എന്താണ്? മോഷണൽ ബിഹേവിയർ ആണ് അല്ലെ? മോഷൻ ഉണ്ടാവും. സോ ഡെഫിനറ്റ്ലി ഡൈനാമിക് ഫോഴ്സസ് ആണ്, മോഷൻ ഉണ്ടാവും. ടോർക്ക് അല്ലെങ്കിൽ മൊമെന്റ് comes into play. We have moment of inertia. So our moment of inertia related k എന്ന term which signifies its radius of gyration. Okay, so let m be the mass of the rigid body, let k be the radius of gyration of the body about the CG axis, center of gravity axis. K is about the center of gravity axis. Now what I am going to do is dynamically equivalent system or not, I am going to replace this body. ഇതിനൊരു ലിങ്ക് ആയിട്ട് കൺസിഡർ ചെയ്താൽ, ഇത് നിങ്ങളെ കണക്റ്റിംഗ് റോഡോ എന്തെങ്കിലും കൺസിഡർ ചെയ്താൽ, ലിങ്ക് ആയിട്ട് കൺസിഡർ ചെയ്താൽ, ഞാൻ ഇതിനെ മറ്റൊരു ബോഡി ആയിട്ട് കൺസിഡർ, മറ്റൊരു മാസ് ആയിട്ട്, മറ്റൊരു സിസ്റ്റം ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ആ മറ്റൊരു സിസ്റ്റത്തിലെ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാവുന്നതാണ്? ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഐ എം ഗോയിങ് ടു ലൊക്കേറ്റ് വൺ മാസ്. ഇവിടെ ഒരു മാസ് ഞാൻ ലൊക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, ലെറ്റ് ദാറ്റ് മാസ് ബി MA. പോയിന്റ് എയിൽ ഞാനൊരു മാസ് കൊടുക്കാൻ പോകും. MA. Now this MA is at a distance of A from the center of gravity. അല്ലെങ്കിൽ CG axis. CG axis A distance. ഒരു പോയിന്റ് മാസ് MA. സെയിം വേ ഞാൻ ഇവിടെ നിന്ന് മറ്റൊരു പോയിന്റ് മാസ് കൂടി ഞാൻ കൊടുക്കുന്നു. at a point B. Let that be MB. And let this MB be at a distance of B from the CG axis. Then I am going to transform this rigid body into a dynamically equivalent system, provided this system satisfies a few conditions. This uniformly distributed mass, distributed mass ആണ്. Uniform or uniform. ഇത് distributed mass അല്ല. ഒരു body having 2 point masses. ഇങ്ങനെ അതായത് ഇതിനെയാണ് ഞാൻ ഡൈനാമിക്കലി ഈക്വലന്റ് സിസ്റ്റം ആക്കി പറയാൻ പോകുന്നത്. ബട്ട് ഇഫ് ഐ ഹാവ് ടു സേ സോ, ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി രണ്ടിന്റെ ഒന്നായിരിക്കും. ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഇതാണ് ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എങ്കിൽ അതേ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആയിരിക്കണം പുതിയ ബോഡിക്ക് ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. Yes, sir. That means in order to arrive at a dynamically equivalent system, dynamically equivalent, equivalent system, എന്തൊക്കെയാണ് ഉണ്ടാവേണ്ടത്? ഫസ്റ്റ് പറഞ്ഞു രണ്ട് പോയിന്റ് മാസസ് ആണ് ഞാൻ വെക്കുന്നത്. ഈ ബോഡിന്റെ മാസും ഒറിജിനൽ ബോഡിന്റെ മാസും ഒന്നായിരിക്കും. That means MA plus MB should be equal to M. ഒറിജിനൽ മാസിന് സെയിം ആയിരിക്കണം പോയിന്റ് മാസസ് വെച്ചിട്ടുള്ള ബോഡി. രണ്ടാമത് ഞാൻ പറഞ്ഞു സെന്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ സെന്റർ ഓഫ് മാസ് ഷുഡ് ബി സെയിം. സെന്റർ ഓഫ് മാസ് സെയിം ആവണമെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത്? സെന്റർ ഓഫ് മാസ് സെയിം ആവണമെങ്കിൽ mass MA multiplied by this distance should be equal to, that product should be equal to mass MB multiplied by this distance. അങ്ങനെയാണെങ്കിൽ മാത്രമേ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഈക്വൽ ആവും. That means MA into A should be equal to MB multiplied by B. അല്ലെങ്കിൽ CG മാറും. If suppose MB into B is greater than MA into A. Okay, ഇതിന് ഈ പ്രൊഡക്റ്റിനെക്കാട്ടി കൂടുതലാണ് ഇതെങ്കിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി will be shifting towards this side.
Vice versa, MA into A is greater than MB into B ആണെങ്കിൽ CG will be shifting to that side. So ഈ പ്രൊഡക്റ്റും ഈക്വൽ ആണെങ്കിൽ മാത്രമേ സെന്റർ ഓഫ് ഗ്രാവിറ്റി സെയിം ആണെന്ന് നമുക്ക് പറയാൻ പറ്റൂ. മൂന്നാമത്തത് ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. രണ്ട് ബോഡിയില്ലേ, അതായത് ആദ്യത്തെ ബോഡിയും ഡൈനാമിക്കലി ഇക്വലന്റ് സിസ്റ്റം എന്ന് പറഞ്ഞ ബോഡിയും മൊമെന്റ് ഓഫ് ഇനേർഷ്യ സെയിം ആയിരിക്കും. മൊമെന്റ് ഓഫ് ഇനേർഷ്യ also be same. Moment of inertia same ആവുമെന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ, അതായത് MA into A square plus MB into B square should be equal to moment of inertia of this body, that is M into A square. Okay. If these three conditions are satisfied, we can say that the new system is a dynamically equivalent system to the original one. അതായത് കണക്ടിങ് റോഡിന് ഞാൻ ആ എക്സാമ്പിൾ കൊണ്ട് തുടങ്ങിയത്. കണക്ടിങ് റോഡിന് ഒരു സിംഗിൾ ലിങ്ക് ആയിട്ട് എടുത്താൽ നമ്മൾ ആ ലിങ്കിന് പകരം പുതിയൊരു ലിങ്ക് വെക്കും. ബട്ട് പുതിയ ലിങ്കിൽ 2 മാസ് മാത്രമേ ഉണ്ടാവും, 2 പോയിന്റ് മാസ് മാത്രം വെച്ചിട്ടുള്ള ലിങ്ക് ആയിരിക്കും. ആ പോയിന്റ് മാസസ് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് ഒരു മാസ് എ എന്ന ഡിസ്റ്റൻസിലും മറ്റേ മാസം ബി എന്ന ഡിസ്റ്റൻസിലും ഉണ്ടാവും. സോ ഇഫ് യു വാണ്ട് ടു ക്രിയേറ്റ് എ ഡൈനാമിക്കലി ഇക്വലന്റ് സിസ്റ്റം, നമുക്ക് എന്തൊക്കെ അറിയണം? നമുക്ക് ഈ വെക്കുന്ന 2 പോയിന്റ് മാസസിന്റെ വാല്യൂ അറിയണം. ഇനി ഓരോ മാസം സെന്റർ ഓഫ് ഗ്രാവിറ്റി എത്ര ഡിസ്റ്റൻസിൽ ദൂരത്താണ് വെക്കേണ്ടത് എന്നും അറിയണം. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഏതൊരു റിജിഡ് ബോഡിക്കും ഇക്വലന്റ് ആയിട്ട് ഒരു ഡൈനാമിക് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാം. Because if we create a dynamically equivalent system for such rigid bodies, for distributed masses bodies, it will be easier for us to calculate the inertia forces. ഈ സിസ്റ്റത്തിൽ inertia force calculate ചെയ്യാൻ എളുപ്പം, rather than ഒരു distributed mass. ആ distributed massന്റെ കോൺസെൻട്രേഷൻ എവിടെ നമുക്ക് അറിയില്ല, അതുകൊണ്ട് ഇത് becomes complex. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? Yes, sir. ഓക്കെ, നോക്ക്. ഈ ഇക്വേഷൻസ് മാത്രം നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് 2 ഇക്വേഷൻ MA plus MB is equal to M, ടോട്ടൽ മാസ് ഈക്വൽ ആയിട്ടാണ് പറയുന്നത്. അതേസമയം MA into A is equal to MB into B. ഈ 2 ഇക്വേഷൻ ഉണ്ട്, ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2. ഞാൻ ജസ്റ്റ് ഇക്വേഷൻ നമ്പർ 1 ഒന്ന് റീറൈറ്റ് ചെയ്യാൻ പോകും. അതായത് MA plus MB ക്ക് പകരം ഞാൻ എഴുതാനുള്ളത് ഈ ഇക്വേഷൻ MB നമുക്ക് എങ്ങനെ എഴുതാം? If you consider the second equation, how can I rewrite for MB? MB will be equal to M into A divided by B അല്ലേ? So ഈ MB എന്ന് replace ചെയ്യാൻ MA multiplied by A divided by B is equal to M എന്ന്. എനിക്ക് MA കോമൺ ആയിട്ട് എടുക്കാം. MA കോമൺ ആയിട്ട് എടുത്താൽ MA into 1 plus A by B equal to M വരും. 1 plus A by B എന്ന് പറഞ്ഞാൽ എന്താ? A plus B by B ആണ്, if you take the LCM. So this becomes MA multiplied by A plus B divided by B. So finally, I can write MA is equal to M multiplied by B divided by A plus B. എഴുതിക്കൂടെ? 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 Yes, sir. നമുക്ക് ബേസിക്കലി 3 ഇക്വേഷൻസും എത്ര അൺനോൺ ആണുള്ളത്? 4 അൺനോണും ഉണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അൺനോൺസിനെ കണ്ടുപിടിക്കാൻ 3 ഇക്വേഷൻസ് യൂസ് ചെയ്യേണ്ടി വരും. ഇതിലിപ്പോ MAന്റെ വാല്യൂ മാത്രമാണ്. MAന്റെ വാല്യൂ ഈസ് ഓൾസോ ഡിപെൻഡഡ് അപ്പോൺ വാട്ട്? MBA plus B. ഇതിൽ M മാസ് നമുക്ക് അറിയാൻ പറ്റുമല്ലോ, ടോട്ടൽ മാസ് ഓഫ് ദ റിജിഡ് ബോഡി. പക്ഷെ B നമുക്കറിയില്ല, A നമുക്കറിയില്ല. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് എഴുതാം? I can write for MB also.
എം ബിനെ പറ്റി എനിക്ക് എഴുതാം. എങ്ങനെ എഴുതാൻ പറ്റും? എം ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി. കാരണം ഈ ഇക്വേഷനിൽ ഞാൻ എം ബിക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഈ ഇക്വേഷൻ എം എ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാൻ? എം ബി മൾട്ടിപ്ലൈഡ് ബി ബൈ എ എന്ന് എഴുതാം. അതാണ് ബിയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എം ബി ഇൻറ്റു ബി ബൈ എ പ്ലസ് എം ബി ഇക്വൽ ടു എം വരും. അതിൽ എം ബി കോമൺ ആയിട്ട് എടുത്ത് എന്ത് വരും? എം ബി ഇൻറ്റു എ പ്ലസ് ബി ബൈ എ വരും. കാരണം ഇവിടെ ബി ബൈ എ ആണ് വരുന്നത്. സോ ഐ ഗെറ്റ് സെയിം ഇക്വേഷൻ എം ബി ഈക്വൽ ടു എം എ ഇൻറ്റു എ പ്ലസ്. അഗെയിൻ എം ബി അറിയില്ല, എ അറിയില്ല, എ പ്ലസ് ബി അറിയില്ല. മാസ് മാത്രമേ നമുക്ക് അറിയാനുള്ള വഴിയുള്ളൂ. സോ ഇപ്പൊ നമ്മൾ വി ഹാവ് യൂസ്ഡ് ദ ഫസ്റ്റ് ടു ഇക്വേഷൻസ് അലോൺ. നമ്മൾ ആദ്യത്തെ രണ്ട് ഇക്വേഷൻ മാത്രമേ ഇപ്പൊ യൂസ് ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? എം എ പ്ലസ് എം ബി ഈക്വൽ ടു എം. അതായത് ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റം ഷുഡ് ബി സെയിം whether it be the original system or the dynamic equal system. So dynamic equal system രണ്ട് point masses MA and MB രണ്ടിന്റെയും sum should be equal to, should be same as that of the mass of the original system. ആ ഇക്വേഷൻ ഒന്ന് ഉപയോഗിച്ചു. രണ്ടാമത് എന്താ? MA into A equal to MB into B. എന്തിനാണ് ഈ ഇക്വേഷൻ? ഈ ഇക്വേഷൻ എഴുതാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓർ സെന്റർ ഓഫ് മാസ് സെയിം. സെന്റർ ഓഫ് മാസ് സെയിം ആവണമെങ്കിൽ പുതിയ ബോഡിയിലെ ഈ മാസിന്റെ ഈ പ്രൊഡക്റ്റ്, ഇതിന്റെ പ്രൊഡക്റ്റ് ഷുഡ് ബി ഈക്വൽ ടു ഈ മാസ് ഈ ഡിസ്റ്റൻസിന്റെ പ്രൊഡക്റ്റ്. അതിന് ഏതെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് കൂടുതൽ കുറവ് ചെയ്താൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓർ സെന്റർ ഓഫ് മാസ് ഷിഫ്റ്റിംഗ് ടു ദാറ്റ് സൈഡ്. അതുണ്ടാവാൻ പാടില്ല. സോ ഇത് രണ്ടും ഈ പ്രൊഡക്റ്റ് രണ്ട് ഈക്വൽ ആയിരിക്കും. യൂസിംഗ് ദീസ് ടു ഇക്വേഷൻസ് വി ഒബ്റ്റെയിൻഡ് എ റിലേഷൻ ഫോർ MA ആൻഡ് MB. ബട്ട് നമ്മുടെ കയ്യിൽ ഒരു തേർഡ് ഇക്വേഷൻ കൂടി ഉണ്ടായിരുന്നു. ആ തേർഡ് ഇക്വേഷൻ എന്തായിരുന്നു? What was the third equation? Moment of inertia same ആയിരിക്കണം ഇക്വേഷൻ ആയിരുന്നു അല്ലെ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ സെയിം ആവുന്ന ഇക്വേഷൻ എന്തായിരുന്നു? plus m b square is equal to ma square. That equation. MA എന്ന് പറഞ്ഞാൽ MB by A plus B ആണ്. Let me substitute that now. ഇതെന്താവും? M into B divided by A plus B into A square plus ഇവിടെ MB എന്ന് പറഞ്ഞാൽ M into A divided by A plus B into B square is equal to M square. Just ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? I can cancel out M from all the terms. A square B ഉണ്ട്, A B square ഉണ്ട് remaining. താഴെ A plus B. A square B, A B square. എനിക്ക് A B എന്ന് പറഞ്ഞ സാധനം കോമൺ ആയിട്ട് എടുക്കാം. സോ A B into എന്ത് വരും? മുകളിൽ എന്ത് വരും? ഇവിടുന്ന് A B കോമൺ എടുത്താൽ എന്താ വരിക? A മാത്രം വരും. ഇവിടെ A മാത്രം വരും. ഇവിടുന്ന് A B കോമൺ എടുത്താൽ വരും B മാത്രം വരും. സോ A B into A plus B divided by താഴെ A plus B. മനസ്സിലാകുന്നുണ്ടോ? yes sir A plus B cancel out. Sorry, ഒന്ന് cancel. Hello. Hello.
Hello, can you hear me? സാർ ഇപ്പം കേൾക്കാം. Okay. So, മൂന്ന് equations നമുക്കിപ്പോൾ ഉണ്ട്. AB equal to K square, MAND, MBD. Now, if we decide, അതായത് A എന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. A ഡിസൈഡ് ചെയ്താൽ നമുക്ക് അതായത് MA എന്ന് പറഞ്ഞ മാസ് ഞാൻ ഇത്ര ഡിസ്റ്റൻസ് സെന്റർ ഓഫ് ആയിട്ട് ഇത്ര ഡിസ്റ്റൻസിൽ വെക്കണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ MB എവിടെ വെക്കണം എന്നുള്ളത് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. B is equal to K square by A. A അറിയാം, A നമ്മൾ തീരുമാനിച്ചു, B കണ്ടുപിടിക്കാം. അല്ലേ? അങ്ങനെയാണ് നമുക്ക് MA വാല്യൂ MB വാല്യൂ കാണിച്ചത്. കാരണം M അറിയാം, B അറിയാം, A അറിയാം, B അറിയാം. മനസ്സിലാവുന്നുണ്ടോ? സോ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ പറഞ്ഞോ, ചോദിക്കണ്ടോ? ലാസ്റ്റ് എഴുതിയ ഇക്വേഷൻ എ സ്ക്വയർ എ ബി അല്ലേ പുറത്തെടുത്തിട്ടുള്ളത്? എ ബി അല്ലേ പുറത്തെടുത്തിട്ടുള്ളത്? ഇത്ര ഇക്വേഷൻ മനസ്സിലായില്ലേ എഴുതിയത്? മനസ്സിലായി. ബാക്കി എന്താണ് ഇടാം? എ സ്ക്വയർ ബി ബൈ എ പ്ലസ് ബി പ്ലസ് എ ബി സ്ക്വയർ ബൈ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു എ സ്ക്വയർ. ഇതിൽ നിനക്ക് എ ബി പുറത്തെടുക്കാം. എ ബി പുറത്തെടുക്കാം. ഫസ്റ്റ് ഇടവ് എന്താ വരിക? ഇവിടെ എന്താ ബാക്കി വരിക? എയില് വരുക അല്ലേ? പ്ലസ് ഇവിടെ ബി വരും. ഇതെന്താണ്? രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം. എ പ്ലസ് ബി ബൈ എ പ്ലസ് ബി അല്ലേ? അതെ അല്ലേ? അപ്പൊ ഈ ന്യൂമറേറ്റർ ഈ ഡിനോമിനേറ്റർ ക്യാൻസൽ ആയി പോകില്ല. റിമൈനിങ് എന്താ? എ ബി ഈസ് ഈക്വൽ ടു കെ സ്ക്വയറിൽ വരിക. ഇതല്ലേ ഫൈനലി കിട്ടുമോ? സോ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയാല് നമുക്ക് എന്തൊക്കെയാ അറിയേണ്ടത്? നമുക്ക് വെക്കാൻ പോകുന്ന മാസം എം എ അറിയണം, മാസം എം ബി അറിയണം, എത്ര ഡിസ്റ്റൻസിൽ എ അറിയണം, ബി അറിയണം. സപ്പോസ് ഞാൻ എ എന്ന വാല്യൂ ഞാൻ തീരുമാനിച്ചു. ഓക്കെ, സെന്റർ ഓഫ് ഗ്രാവിറ്റി ഞാൻ ഒരു 5 മീറ്റർ ദൂരത്തിലാണ് വെക്കുന്നത്. സോ ഇഫ് ഐ ഡിസൈഡ് എ ഈസ് ഈക്വൽ ടു 5 meters, then I can calculate B. K square by A ആണ്. K will be already known. Radius of gyration of this mass already ഉണ്ടാവും, തന്നിട്ടുണ്ടാവും. So നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? B കാൽക്കുലേറ്റ് ചെയ്യാം. So you will get the value of B also. B കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇനി അതായത് നമുക്ക് ഈ രണ്ട് മാസസ് എത്ര ദൂരത്തിൽ വെക്കണം എന്നുള്ളത് നമുക്ക് അറിയില്ല. ഇനി രണ്ട് മാസം കണ്ടുപിടിക്കാം. രണ്ട് മാസം കണ്ടുപിടിക്കാൻ നമുക്ക് ഓൾറെഡി ഇക്വേഷൻ ഉണ്ട്. എം എ ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? M into B multiplied by A plus B ആണ്. A നമുക്കറിയാം 5 മീറ്റർ, B നമ്മൾ കണ്ടുപിടിച്ചു, മാസ് ഓൾറെഡി നമുക്കറിയാം, എം എ കാൽക്കുലേറ്റ് ചെയ്യാം. ചെയ്തൂടെ? ചെയ്തൂടെ? സെയിം വേ ഐ ക്യാൻ കാൽക്കുലേറ്റ് എം ബി ഓൾസോ അല്ലേ?